നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. യശോദേ, നീ ഒന്ന് വന്നേ. എന്താ അമ്മേ? നിന്നോട് എന്റെ കൂടെ വരാനാ പറഞ്ഞത്. നിന്റെ മോൾ എന്ത് ഭ്രാന്താ കാണിക്കുന്നെന്ന് ചെന്ന് നോക്ക്. ഇങ്ങോട്ട് വാ. അവൾക്ക് ആഹാരമൊന്നും വേണ്ട, നേരത്തെ ഉറങ്ങാൻ പോവാന്നല്ലേ നിന്നോട് പറഞ്ഞത്. എന്നിട്ട് ഈ കാണിക്കുന്ന എന്തുവാ? അത് എല്ലാ സമയവും അവള് ഭഗവാനെ പ്രാർത്ഥിക്കാറുള്ളതല്ലേ. എന്നാൽ ഈ പ്രാർത്ഥനയുടെ അർത്ഥം വേറെയാ. തോന്നിവാസം ഈ കാണിക്കുന്നേ. വരുൺ താലി കെട്ടിയ പെണ്ണ് വ്രതം എടുക്കണമെന്ന് പൂജാരി പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലുള്ളത് കൊണ്ടാ രാത്രി പട്ടിണി ഇരുന്നതും നേരെ ചെന്ന് ഇവിടെ ഇരുന്നതും. എഴുന്നേക്കടി, ഇങ്ങോട്ട് എഴുന്നേൽക്കാൻ. മുത്തശ്ശി, എന്താ ഇത്? ഞാൻ പ്രാർത്ഥിക്കല്ലേ? നീ പ്രാർത്ഥിക്കണ്ട, അതിന് അർഹതപ്പെട്ടവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. എന്താ അമ്മ ഇത്? എനിക്ക് ഭഗവാനെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ? നീ കൂടുതൽ നിഷ്കളങ്ക ചമയല്ലേ. നീ എന്താടി ഭക്ഷണം കഴിക്കാതിരുന്നത്? എന്ത് കഴിച്ച് വിശപ്പ് മാറ്റുമെന്നാ നീ പറഞ്ഞേ? വരുൺ താലി കെട്ടിയ പെണ്ണ് ഒരിക്കൽ എടുക്കണമെന്ന് പറഞ്ഞതും രാവ് മുഴുവൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതും നീ അനുസരിക്കാൻ തീരുമാനിച്ചു അല്ലേ? എത്ര പറഞ്ഞാലും നിന്റെ മനസ്സിൽ നിന്ന് അത് തൂത്തു തുടച്ച് കളയാൻ പറ്റുന്നില്ല അല്ലടി. അനുജത്തിയുടെ കൂടെ ഒരു മുറിയിൽ ഉറങ്ങുന്നവനെ നീ മനസ്സിൽ വെച്ച് പൂജിക്കുന്നു. അതിനേക്കാൾ വലിയ വൃത്തികേട് ഈ ലോകത്ത് വേറെ എന്താടിയുള്ളത്? അമ്മേ, ദേവേട്ടൻ പരമേശ്വര സാറിന്റെ അടുത്തേക്ക് പോയിരിക്കാം. എപ്പോ വേണമെങ്കിലും തിരിച്ചു വരും. ഇവിടെ ഒരു വഴക്കുണ്ടാവരുത്. കേക്കട്ടെ, ദേവനെല്ലാം കേക്കട്ടെ. അത് വേണ്ടെന്ന് കരുതിയതുകൊണ്ടാ ഇവക്ക് ഇത്ര അഹങ്കാരം. ഇവളുടെ മനസ്സിലിരിപ്പ് എന്താന്നറിയുമ്പോ ദേവൻ തന്നെ ഇവളുടെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളു. അമ്മ ഇങ്ങ് വന്നേ. ഇതിപ്പോ നിൽക്കുന്നത് വേറൊരു വീട്ടിലായതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. തിരിച്ച് ആറ്റുവാശ്ശേരിയിലേക്ക് പോവല്ലോ. ഇതിന്റെ കണക്ക് ഞാൻ അവിടെ ചെന്ന് തീർത്തോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.